സ്വപ്നങ്ങൾ ബാക്കിയാക്കി ചേതനയറ്റ ശരീരമായി അവർ മടങ്ങിയെത്തി. ദുരന്തം കവർന്നെടുത്തത് 50 ജീവനുകളെയെങ്കിൽ തീയിൽ വെന്തടങ്ങിയത് എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്. ഉറ്റവരെ കാണാൻ സമ്മാനവും കളിപ്പാട്ടങ്ങളും മിഠായിയും ഒന്നുമില്ലാതെയാണ് ഇക്കുറി അവരെത്തിയത്. തേങ്ങലടക്കാനാകാതെ പ്രിയപ്പെട്ടവർ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങി. സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ച് സ്വപ്നങ്ങളില്ലാത്ത ലോകത്തേക്ക് അവർ യാത്രയാവുകയാണ്. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹമാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ രാവിലെ നാട്ടിലെത്തിച്ചത്. 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുക്കൾക്ക് കൈമാറി. 14 മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. കോടീശ്വരന്മാരാകാനല്ല, ഒരു വീട് വെക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ, മക്കളുടെ വിവാഹം നടത്താൻ, ഇതിനുവേണ്ടിയാണ് ഈ 45 പേരും പ്രവാസി ജീവിതം തിരഞ്ഞെടുത്തത്. പക്ഷേ അവരുടെ ഈ മടങ്ങിവരവ് ഹൃദയഭേദകമായിരുന്നു. ദുരന്തത്തിൽ കത്തിയമർന്ന സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി. ചേതനയേറ്റ ശരീരങ്ങളായി. പാതി പണിത വീട് പൂർത്തിയാക്കുന്നതും ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ. ചേതനയേറ്റ 45 ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണുനീർ